പുക്കാട്ടുപടി ടൗണിൽ നിന്ന് വെറും 700 മീറ്റർ മാത്രം ദൂരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വില്ല കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ട് വരുന്ന 3 BHK ആർക്കിടെക്ചറൽ വീടിൻ്റെ വിശേഷവുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. നമുക്ക് ഇവിടെ നിന്നുള്ള ഡിസ്റ്റൻസ് പറയുകയാണെങ്കിൽ പുക്കാട്ടുപടി ടൗണിലേക്ക് ഏകദേശം 750 മീറ്ററും കാക്കനാട് ടൗണിലേക്ക് ഏകദേശം 9 കിലോമീറ്ററുമാണ് വരുന്നത്. കൂടാതെ എടപ്പള്ളിയിലേക്കും ആലുവിലേക്കും എല്ലാം ഈസി ആയിട്ട് സഞ്ചരിക്കാൻ പറ്റുന്ന സൗകര്യങ്ങൾ വരുന്നുണ്ട്. ഇനി നമുക്ക് വീടിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ 4,100 സെൻറ്റ് ലാൻഡിലായിട്ട് 1950 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം അറ്റാച്ച്ഡ്, കൂടാതെ യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യത്തോടു കൂടി ഒരേ സമയം 2 വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പറ്റുന്ന ഈ കാണുന്ന വീടിൻ്റെ വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. നല്ലൊരു ബോക്സി ടൈപ്പ് കണ്ടംപററി എലിവേഷനാണ് വീടിന് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നല്ലൊരു കളർ പാറ്റേൺ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. നല്ലൊരു ടെക്സ്ചർ വർക്കുകൾ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. LED ലൈറ്റിങ്ങുകളും ലോവർ പാനലിങ്ങൊക്കെ കൊടുത്ത് നല്ല ഭംഗിയുള്ളൊരു എലിവേഷൻ നമുക്ക് വീടിന് കാണാൻ പറ്റുന്നുണ്ട്. നമ്മൾ മുന്നേ പറഞ്ഞതുപോലെ തന്നെ ഒരു വില്ല കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ട് വരുന്ന വീടിൻ്റെ ഇൻഡിവിജ്വൽ റോഡുകൾ എന്ന് പറയുന്നത് 4 മീറ്റർ വീതിയിൽ വരുന്ന കട്ട വിരിച്ച റോഡുകളാണ് കൊടുത്തിരിക്കുന്നത്. ഇനി കോമ്പൗണ്ട് വാളിലേക്ക് വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ പെബിൾ ടെക്സ്ചറിൻ്റെ വർക്കുകൾ വരുന്നുണ്ട്. ഒരു മിനിമലിസ്റ്റിക് ആയിട്ടൊരു ഡിസൈൻ വർക്ക് വരുന്നുണ്ട്. ഏകദേശം ഒരു 12 അടിയോളം വരുന്ന സ്ലൈഡിങ് ഗേറ്റും 4 അടിയോളം വരുന്ന ഫോൾഡിങ് ഗേറ്റുമാണ് കൊടുത്തിരിക്കുന്നത്. നല്ല രീതിയിൽ ഗേറ്റിലൊക്കെ പില്ലർ ലൈറ്റുകൾ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വീടിൻ്റെ കോമ്പൗണ്ടിൻ്റെ അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഒരേ സമയം 2 വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേഷ്യസ് ആയിട്ടുള്ള മുറ്റം നമുക്ക് കിട്ടുന്നുണ്ട്. ഒരു വലിയ XUV കാറൊക്കെ പോർച്ചിൽ പാർക്ക് ചെയ്യാനായിട്ടുള്ള സൗകര്യങ്ങൾ വരുന്നുണ്ട്. പോർച്ചിൻ്റെ താഴെയായിട്ട് നമുക്ക് വാട്ടർ കണക്ഷൻ്റെ ഒരു 1500 ലിറ്ററിൻ്റെ സ്റ്റോറേജ് കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇനി ഈ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയും അത്യാവശ്യം വലിയൊരു XUV ഒക്കെ പാർക്ക് ചെയ്യാൻ പറ്റുന്ന സൗകര്യങ്ങൾ വരുന്നുണ്ട്. കൂടാതെ ഈ ഭാഗത്തായിട്ടൊരു ചെറിയൊരു പ്ലാന്റർ ബോക്സിൻ്റെ സൗകര്യങ്ങൾ ഭിത്തിയിൽ വാൾ ടൈലൊക്കെ ഒട്ടിച്ച് ലൈറ്റിംഗ് കൊടുത്ത് ഭംഗിയിൽ തന്നെ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. വീടിൻ്റെ ചുറ്റിനും നല്ല രീതിയിൽ സെറ്റ് ബാക്കൊക്കെ കൊടുത്തിട്ട് തന്നെയാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം, വീടിന് നമുക്ക് വരുന്നത് വെൽ വാട്ടറും കൂടാതെ വാട്ടർ കണക്ഷൻ സൗകര്യങ്ങളും കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് വീടിൻ്റെ സിറ്റ് ഔട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏകദേശം ഒരു 3 ചെയറൊക്കെ ഇട്ടിരിക്കാൻ പറ്റുന്ന സിറ്റ് ഔട്ടിൻ്റെ സൗകര്യങ്ങൾ വരുന്നുണ്ട്. G7 സ്ലാബാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഒരു ഗ്രേ കളറിൽ വരുന്ന ഗ്ലോസി ഫിനിഷിലുള്ളതാണ് കൊടുത്തിരിക്കുന്നത്. നല്ല രീതിയിൽ സീലിംഗ് ലൈറ്റുകൾ വരുന്നുണ്ട്. സിറ്റ് ഔട്ടിൻ്റെ ഭിത്തിയിലായിട്ട് നല്ലൊരു വലിയ വൈഡ് വിൻഡോയുടെ സൗകര്യങ്ങൾ വരുന്നുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ട് ഡോറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു 1.10 വീതിയിൽ വരുന്ന ഒറ്റപ്പാളിയിൽ തീർത്ത ഒരു സ്ട്രൈപ്പ് ഡിസൈന് കൊടുത്തിട്ടുള്ള ഡോറുകളാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ മരങ്ങളെല്ലാം ആഞ്ഞിലിയിലും പ്ലാവിലും ഒക്കെയാണ് കൊടുക്കാൻ ശ്രദ്ധിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് വീടിൻ്റെ അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ നല്ലൊരു ഗസ്റ്റ് ലിവിങ് സ്പേസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഗസ്റ്റുകളൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു യു ഷേപ്പ് സെറ്റിയൊക്കെ അറേഞ്ച് ചെയ്തിട്ടിരിക്കാൻ പറ്റുന്ന സൗകര്യങ്ങൾ വരുന്നുണ്ട്. ഡബിൾ ലൈറ്റായിട്ട് കൊടുത്തിരിക്കുന്നുണ്ട്. തന്നെ നല്ല രീതിയിൽ ഒരു ഷാൻലിയറിൻ്റെ വർക്കൊക്കെ നല്ല ഭംഗിയിൽ തന്നെ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇവിടെ നിന്നുള്ള ഡൈനിങ്ങിൻ്റെ പാസേജ് ക്ലോസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊരു പാർട്ടീഷൻ വർക്കുകൾ നല്ല ഭംഗിയിൽ തന്നെ എലഗൻ്റായിട്ട് കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇനി ഈ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ മെയിൻ ലിവിങ് ഏരിയ ആയിട്ട് വരുന്നത്. നല്ല വലിപ്പമുള്ള ഒരു സെറ്റിയൊക്കെ അറേഞ്ച് ചെയ്യാൻ പറ്റുന്ന സൗകര്യങ്ങൾ വരുന്നുണ്ട്. വൈഡ് വിൻഡോയുടെ സൗകര്യങ്ങൾ ഫ്രണ്ട് എലവേഷൻ്റെ ഭാഗമായിട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ ഫോൾ സീലിംഗ് വർക്കുകൾ, ഒരു പ്ലെയിൻ ഡിസൈനാണ് ഫോൾ സീലിങ്ങുകളൊക്കെ കൊടുക്കാൻ ശ്രദ്ധിച്ചിരിക്കുന്നത്. BLDC ഫാനിൻ്റെ സൗകര്യം വരുന്നുണ്ട്. ഈ ഭിത്തിയിലായിട്ട് വലിയൊരു TV ഒക്കെ ഹാങ് ചെയ്യാൻ പറ്റുന്ന സൗകര്യത്തിൽ TV യൂണിറ്റുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. താഴെയായിട്ട് സ്റ്റോറേജ് സ്പേസുകൾ കൊടുത്തിട്ടുണ്ട്. ബിഹൈൻഡിലായിട്ട് ലോവർ പാനലിംഗ് സൗകര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇനി ഈ ഭാഗത്തായിട്ട് ചെറിയൊരു പാർട്ടീഷൻ വർക്കുകൾ ഭംഗിയിൽ തന്നെ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇതായിട്ടാണ് നമ്മുടെ ഡൈനിങ് സ്പേസ് വരുന്നത്. ഏകദേശം ഒരു 8 to 10 സീറ്റർ ഡൈനിങ് ടേബിളൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന സൗകര്യങ്ങൾ വരുന്നുണ്ട്. ഫോൾ സീലിംഗ് വർക്കുകളും BLDC ഫാനും കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇവിടെയായിട്ട് നമുക്കൊരു സ്ലൈഡിങ് ഡോറിൻ്റെ സൗകര്യം വരുന്നുണ്ട്. UPVC പാനലിങ്ങിൽ ടഫ് ആൻഡ് ഗ്ലാസ് ആണ് കൊടുത്തിരിക്കുന്നത്. പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ചെറിയൊരു പാഷിയോ സൗകര്യങ്ങൾ വരുന്നുണ്ട്. നല്ല രീതിയിൽ ഗ്രിൽ വർക്കൊക്കെ ചെയ്ത് സേഫ്റ്റിയിൽ തന്നെയാണ് അതെല്ലാം കൊടുത്തിരിക്കുന്നത്. ഈ ഭാഗത്തായിട്ട് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്ന ഡോറും സൗകര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അവിടെ നിന്ന് അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഡൈനിങ്ങിൻ്റെ ഒരു കോർണറിലായിട്ട് നമുക്ക് വാഷ് കൗണ്ടറിൻ്റെ സൗകര്യങ്ങൾ വരുന്നുണ്ട്. സെറയുടെ ഒരു കൗണ്ടർ ടോപ്പ് വാഷ് ബേസിനും സെറയുടെ തന്നെ ഒരു പില്ലർ കോക്കും കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഒരു സ്പൈഗ്ലറിൻ്റെ LED മിററും കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. താഴെയായിട്ട് സ്റ്റോറേജ് സ്പേസുകൾ വരുന്നുണ്ട്. ഇനി ഈ ഭാഗത്തായിട്ട് നമുക്ക് 4 സൈഡിൽ വരുന്ന CCTV ക്യാമറയുടെ മോണിറ്ററും DVRഉം എല്ലാം ആ ഭാഗത്തായിട്ടാണ് കൊടുക്കാൻ ശ്രദ്ധിച്ചിരിക്കുന്നത്. നേരെ നമ്മൾ വീടിൻ്റെ കിച്ചൻ്റെ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ നല്ലൊരു ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റിലുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറോട് കൂടിയിട്ടുള്ളൊരു കിച്ചൺ നമുക്കിവിടെ കാണുന്നുണ്ട്. ആ സൈഡിലായിട്ട് ക്രോക്കറി ഷെൽഫുകളും ഹാങ്ങിങ് ലൈറ്റുകളൊക്കെ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. കിച്ചണിലേക്ക് വന്നു കഴിഞ്ഞാൽ തെക്ക് കിഴക്കേ മൂലയിലായിട്ട്, അതായത് സൗത്ത് ഈസ്റ്റ് കോർണറിലാണ് കിച്ചൻ്റെ സ്ഥാനം വരുന്നത്. കിഴക്കോട്ട് ചിമ്മിണി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. താഴെയായിട്ടും മേളിലായിട്ടും ധാരാളം സ്റ്റോറേജ് സ്പേസുകൾ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്.
ഒരു എൽ ഷേപ്പിൽ വരുന്ന ഗ്രേ കളർ സ്ലാബ് തന്നെ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഈ സൈഡിലായിട്ട് നമുക്കൊരു ക്വാളിറ്റിയുള്ള സിങ്കും പില്ലർ കോക്കുകളും സിങ്ക് കോക്കുകളൊക്കെ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. 2 സൈഡിലും 2 പാളി സിംഗിൾ കിച്ചൺ വിൻഡോ ഉള്ള സൗകര്യങ്ങൾ വരുന്നുണ്ട്. ഇവിടെയായിട്ട് നമുക്ക് പ്ലേറ്റും ട്രേയും ഒക്കെ വയ്ക്കാൻ പറ്റുന്ന സൗകര്യങ്ങൾ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇവിടെയായിട്ട് നമുക്ക് ഫ്രിഡ്ജൊക്കെ ഈ ഭാഗത്തായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. സ്വിച്ചുകളെല്ലാം വരുന്നത് ലെഗ്രാൻഡിൻ്റെയും കേബിളൊക്കെ വി ഗാർഡിൻ്റെയും ആണ് കൊടുത്തിരിക്കുന്നത്. അവിടെ വന്നിട്ട് നമ്മൾ കിച്ചൻ്റെ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയായിട്ടും അത്യാവശ്യം വലിപ്പമുള്ളൊരു വർക്ക് ഏരിയ സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട്. സെയിം സിങ്കും സ്ലാബും സാധനങ്ങളെല്ലാം അവിടെയും കൊടുത്തിട്ടുണ്ട്. താഴെയുടെ സ്റ്റോറേജ് സ്പേസുകൾ കൊടുത്തിട്ടുണ്ട്. പുറത്തേക്ക് ഔട്ട് ചെയ്യാനുള്ള ഡോറും കാര്യങ്ങളെല്ലാം കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ആ സൈഡിലായിട്ട് നമുക്കൊരു ഡിഷ് വാഷറൊക്കെ വയ്ക്കാനായിട്ട് ഒരു സ്പേസും ബിൽഡർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് നമ്മൾ നേരെ വരുന്നത് ഈ വീടിൻ്റെ താഴത്തെ നിലയിലെ 1ാമത്തെ ബെഡ്റൂം സ്പേസിലേക്കാണ്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ട് ഏകദേശം ഒരു 150ഓളം സ്ക്വയർ ഫീറ്റ് വരുന്നൊരു ബെഡ്റൂം സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട്. നല്ലൊരു പ്ലെയിൻ സീലിംഗ് വർക്ക് വരുന്നുണ്ട്. BLDC ഫാനിൻ്റെ സൗകര്യങ്ങൾ വരുന്നുണ്ട്. ഹെഡ് റെസ്റ്റ് വരുന്ന ഭാഗത്തായിട്ട് 2 സിംഗിൾ പാളി വിൻഡോ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. താഴെയായിട്ട് ബെഡ് സ്വിച്ചുകൾ ഭംഗിയിൽ തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. AC-യുടെ പോയിന്റുകളും LED ലൈറ്റിങ്ങുകളും ഭംഗിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട് എലവേഷൻ്റെ ഭാഗമായിട്ട് പടിഞ്ഞാറ് വശത്തേക്ക് ഒരു വൈഡ് വിൻഡോയുടെ സൗകര്യങ്ങൾ വരുന്നുണ്ട്. ഒരു 3 പാളി കബോർഡ് വർക്കുകൾ നല്ല ഭംഗിയുള്ള കളറിൽ തന്നെ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. താഴെയായിട്ടും സ്റ്റോറേജ് സ്പേസുകൾ വരുന്നുണ്ട്. ഇനി ബാത്റൂമിലേക്ക് പോകുന്ന ഭിത്തിയുടെ ഒരു സൈഡിലായിട്ട് നല്ലൊരു ഡ്രസ്സിങ് മിററിൻ്റെ സൗകര്യം കൊടുത്തിട്ടുണ്ട്. ഡ്രോ സൗകര്യങ്ങളും നിഷിൻ്റെ സൗകര്യങ്ങളെല്ലാം കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അവിടെ വന്നിട്ട് നമ്മൾ നേരെ വരുന്നത് ഈ വീടിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം സ്പേസിലേക്കാണ്. നല്ലൊരു എലഗൻ്റ് ആയിട്ടുള്ള ബാത്റൂം ഡിസൈൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. സെറയുടെ ഫിറ്റിങ്സുകളും ജാഗ്വറിൻ്റെ ഫിറ്റിങ്സുകളൊക്കെ കൊടുത്തിട്ട് ഭംഗിയിൽ തന്നെ ഫോൾ സീലിംഗ് ചെയ്തിട്ട് തന്നെയാണ് ബാത്റൂം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അവിടെ വന്നിട്ട് നമ്മൾ നേരെ പോകുന്നത് ഈ വീടിൻ്റെ സ്റ്റെയറിൻ്റെ ഭാഗത്തേക്കാണ്. നമ്മൾ മുന്നേ കണ്ട പോലെ തന്നെ G7 സ്ലാബ് തന്നെ ഗ്രേ ഡിസൈനിൽ 45 ഡിഗ്രിയിൽ ഡിസൈൻ ചെയ്തിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഹാൻഡ് റെയിലിനായിട്ട് GI ഫ്രെയിമിൽ വുഡൻ ടോപ്പ് കൊടുത്തിട്ടുണ്ട്. താഴെയായിട്ട് ഇൻവെർട്ടർ ക്യാബിനുള്ള വർക്കുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. കബോർഡ് സൗകര്യങ്ങൾ വരുന്നുണ്ട്. ഒരു ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ തന്നെയാണ് സ്റ്റെയർ കൊടുത്തിരിക്കുന്നത്. സ്റ്റെയർ കയറി പോകുമ്പോൾ ഇടത്തെ ഭിത്തിയിലായിട്ട് നല്ലൊരു ക്ലാസ്സിലായിട്ടുള്ളൊരു വാൾപേപ്പറിൻ്റെ വർക്ക് കൊടുത്തിട്ടുണ്ട്. ആ ഭിത്തിയിലായിട്ടും നല്ല രീതിയിൽ ഒരു ഫിക്സഡ് ഗ്ലാസിൻ്റെ വർക്കുകൾ വരുന്നുണ്ട്. അവിടെ വന്നിട്ട് നമ്മൾ നേരെ വീടിൻ്റെ അപ്പർ ലിവിങ് സ്പേസിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നല്ലൊരു സ്പേഷ്യസ് ആയിട്ടുള്ള അപ്പർ ലിവിങ് സ്പേസ് നമുക്ക് ഇവിടെയും കിട്ടുന്നുണ്ട്. TV യൂണിറ്റിൻ്റെ സൗകര്യങ്ങൾ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നല്ലൊരു പ്ലെയിൻ സീലിംഗ് വർക്ക് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ബിഹൈൻഡിലായിട്ട് വാൾപേപ്പറിൻ്റെ വർക്കുകൾ കൊടുത്തിട്ടുണ്ട്. ഒരു വൈഡ് 4 പാളി വിൻഡോയുടെ സൗകര്യങ്ങൾ വരുന്നുണ്ട്. ഈ ഭാഗത്തായിട്ട് നമുക്ക് മുന്നേ കണ്ട ഗസ്റ്റ് ലിവിങ്ങിൻ്റെ ഡബിൾ ലൈറ്റ് ഏരിയ ഈ ഭാഗത്തായിട്ടും കിട്ടുന്നുണ്ട്. നല്ല രീതിയിൽ ഹാൻഡ് റെയിൽ വർക്കുകളൊക്കെ കൊടുത്തിട്ട് വുഡൻ ടോപ്പൊക്കെ കൊടുത്തിട്ട് നമുക്ക് ഇവിടെ നിന്നിട്ട് നല്ലൊരു വ്യൂ കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ വീടിൻ്റെ 2ാമത്തെ ബെഡ്റൂം സ്പേസിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഏകദേശം ഒരു 160ഓളം സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു ബെഡ്റൂം സ്പേസ് തന്നെയാണ് വരുന്നത്. നല്ല രീതിയിൽ പ്ലെയിൻ സീലിംഗ് വർക്കുകൾ വരുന്നുണ്ട്. ഇവിടെയായിട്ടൊരു ഡ്രസ്സിങ് മിററിൻ്റെ സൗകര്യങ്ങൾ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. കൂടാതെ നമുക്ക് ഫ്രണ്ടിലേക്ക് പുറത്തേക്ക് ഇറങ്ങാനായിട്ടൊരു ഡ്രോപ്പ് ഔട്ട് ബാൽക്കണിയുടെ സൗകര്യങ്ങൾ വരുന്നുണ്ട്. ഡോർ തുറന്ന് സ്ലൈഡിങ് ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ നല്ല രീതിയിൽ സേഫ്റ്റിയിൽ ഹാൻഡ് റെയിൽ വർക്കുകളൊക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിയുള്ള ഒരു ബാൽക്കണി സ്പേസ് നമുക്ക് ഇവിടുന്ന് കിട്ടുന്നുണ്ട്. അവിടെ വന്നിട്ട് നമ്മൾ നേരെ വരുന്ന ഈ വീടിൻ്റെ ബെഡ്റൂമിൽ ഒരു സൈഡിലായിട്ട് വരുന്ന കബോർഡിൻ്റെ ഭാഗത്തേക്കാണ് 3 പാളി നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള കബോർഡ് വർക്കുകൾ നല്ല കളർ പാറ്റേണിൽ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂമിലേക്ക് വന്നു കഴിഞ്ഞാൽ നല്ലൊരു സ്പേഷ്യസ് ആയിട്ടുള്ള അറ്റാച്ച്ഡ് ബാത്റൂമാണ്. വെറ്റ് ആൻഡ് ഡ്രൈ പ്രിൻസിപ്പിൾ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഗ്ലാസ് പാർട്ടീഷൻസ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന സൗകര്യങ്ങൾ വരുന്നുണ്ട്. ജാഗ്വറിൻ്റെ തന്നെ ഡൈവേർട്ടറും സ്പൗട്ടും റെയിൻ ഷവറും കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ട് കൺസീൽഡ് ഫിറ്റിങ്സുകൾ വരുന്നുണ്ട്. ഇവിടെയായിട്ടൊരു വാഷ് കൗണ്ടറിൻ്റെ സൗകര്യങ്ങൾ വരുന്നുണ്ട്. അവിടെ വന്നിട്ട് നമ്മൾ നേരെ പോകുന്നത് ഈ വീടിൻ്റെ 3ാമത്തെ ബെഡ്റൂം സ്പേസിലേക്കാണ്. താഴത്തെ ബെഡ്റൂമിൻ്റെ സെയിം പൊസിഷനിൽ നിൽക്കുന്ന അതേ വലിപ്പത്തിൽ തന്നെയുള്ള ഒരു ബെഡ്റൂം സ്പേസ് തന്നെയാണ്. ഏകദേശം 150ഓളം സ്ക്വയർ ഫീറ്റ് വരുന്നുണ്ട്. ഹെഡ് റെസ്റ്റ് വരുന്ന ഭാഗത്തായിട്ട് 2 സിംഗിൾ പാളി വിൻഡോ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ പ്ലെയിൻ സീലിംഗ് വർക്കുകൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ട് 3 പാളി വിൻഡോയുടെ സൗകര്യങ്ങൾ കബോർഡ് വർക്കുകൾ വരുന്നുണ്ട്. താഴെയായിട്ട് സ്റ്റോറേജ് സ്പേസുകൾ കിട്ടുന്നുണ്ട്. ഇനി ഈ സൈഡിലായിട്ട് നമ്മൾ മുന്നേ കണ്ടതുപോലെ തന്നെ നല്ല ഭംഗിയുള്ള ഒരു ഡ്രസ്സിങ് മിററിൻ്റെ സൗകര്യങ്ങൾ വരുന്നുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു വെറ്റ് ആൻഡ് ഡ്രൈ പ്രിൻസിപ്പിളിൽ വരുന്ന നല്ല ക്വാളിറ്റിയുള്ള ഫിറ്റിങ്സുകൾ അടങ്ങിയ ഒരു ബാത്റൂം സ്പേസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അവിടെ വന്നിട്ട് നമ്മൾ നേരെ പോകുന്നത് ഈ വീടിൻ്റെ യൂട്ടിലിറ്റി സ്പേസിലേക്കാണ്.
ഡോർ തുറന്ന് നമ്മൾ നേരെ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ അത്യാവശ്യം ഏകദേശം ഒരു 100ഓളം സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു യൂട്ടിലിറ്റി സ്പേസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. സെയിം ടൈൽ പാറ്റേണിൻ്റെ കണ്ടിന്യൂവേഷൻ വരുന്നുണ്ട്. ഷീറ്റ് വർക്കാണ് ചെയ്തിരിക്കുന്നത്. സൈഡിലായിട്ട് ഗ്രില്ല് വർക്കുകളൊക്കെ സേഫ്റ്റികൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ട് വാഷിംഗ് മെഷീൻ്റെ പ്രൊവിഷൻസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ടാപ്പ് സൗകര്യങ്ങൾ വരുന്നുണ്ട്. ഒരു വാഷ് കൗണ്ടറിൻ്റെ സൗകര്യങ്ങളും മിററും കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഭാഗത്തേക്ക് എത്തിയാൽ ഇവിടെ നമുക്ക് സ്റ്റെയർ കയറി മുകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ മുകളിൽ നമുക്ക് വാട്ടർ ടാങ്ക് ഇരിക്കുന്ന സ്ഥലത്തേക്കോ അല്ലെങ്കിൽ തുണി വിരിച്ചിടാനൊക്കെ ആയിട്ട് പോകാനുള്ള സൗകര്യങ്ങൾ വരുന്നുണ്ട്. മഴ നനയാത്ത രീതിയിൽ ഡൂം വർക്കുകൾ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അവിടെ നിന്നിട്ട് നമ്മൾ നേരെ പോകുന്നത് ഈ വീടിൻ്റെ മെയിൻ ബാൽക്കണി സ്പേസിലേക്കാണ്. ബാൽക്കണിയിലേക്ക് പോകുന്നതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് മുന്നേ പറഞ്ഞ പോലെ തന്നെ ഡബിൾ ലൈറ്റ് വ്യൂ നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്. ഹാൻഡ് റെയിൽ വർക്കുകൾ ഭംഗിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാൽക്കണിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാൽക്കണി സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട്. ഹാൻഡ് റെയിലിനായിട്ട് GI ഫ്രെയിം വർക്കിൽ നല്ലൊരു കളർ പാറ്റേൺ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. കൂടാതെ നല്ലൊരു വൈഡ് വിൻഡോ വരുന്നുണ്ട്. ലോവർ പാനലിങ്ങും LED ലൈറ്റിങ്ങുകളും വരുന്നുണ്ട്. നമ്മൾ മുന്നേ കണ്ട ബെഡ്റൂമിലെ ബാൽക്കണിയിൽ നിന്നിട്ട് ഇങ്ങോട്ട് കണക്ട് ചെയ്ത് ഇറങ്ങാൻ പറ്റുന്ന സൗകര്യങ്ങൾ വരുന്നുണ്ട്. ഇനി നമുക്ക് വീടിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ പുക്കാട്ടുപടി ടൗണിൽ നിന്ന് വളരെ അടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു വില്ല കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ട് വരുന്നൊരു 3 BHK ക്വാളിറ്റിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു വീടിൻ്റെ വിശേഷമാണ് നമ്മൾ കണ്ടു കഴിഞ്ഞത്. 4 സെൻറ്റ് ലാൻഡിലായിട്ട് 1950 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം അറ്റാച്ചഡായിട്ട് നിർമ്മിച്ചിരിക്കുന്ന ഈ വീട് 2 വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പറ്റുന്ന സൗകര്യങ്ങൾ വരുന്നുണ്ട്. കൂടാതെ മരത്തിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന ആഞ്ഞിലിയും പ്ലാവുമാണ്. കൂടാതെ വാട്ടർ കണക്ഷൻ്റെ സൗകര്യം വരുന്നുണ്ട്. കിണർ വെള്ളത്തിൻ്റെ സൗകര്യങ്ങൾ വരുന്നുണ്ട്. ഈ വീടിന് ബിൽഡർ ആവശ്യപ്പെടുന്നത് 95 ലക്ഷം രൂപയാണ്. വില തികച്ചും നെഗോഷ്യബിളാണ്. ഈ വീട് കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ചോയ്സ് പ്രോപ്പർട്ടീസിൻ്റെ താഴെ കാണുന്ന നമ്പറിൽ മടിക്കാതെ ഇപ്പോൾ തന്നെ ബന്ധപ്പെട്ടോളൂ.